മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. സ്നേഹമുള്ളവരെ, വളരെ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരെയും ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഭിവാദനം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മദർ ഹോം ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഞാൻ ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ വായിച്ചു കടന്നുപോയ സുവിശേഷത്തിലെ ഒരു കഥ എൻ്റെ മനസ്സിലുണർത്തിയ കുറേ ചിന്തകൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനാണ് ഇന്ന് ഞാൻ തയ്യാറാകുന്നത്. മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ ഈശോ പറഞ്ഞ ഒരു കഥയുണ്ട്. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ എന്നാണ് അത് പറയപ്പെടുന്നത്. 21-ാമത്തെ അധ്യായം 33 മുതലുള്ള വചനങ്ങളാണ് അത്. ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഈശോ പറഞ്ഞു, ഒരു ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുക. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലി കെട്ടി അതിലൊരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ചടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. എന്നാൽ പിന്നീട് അവൻ, എൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കുമെന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരുവിൻ, നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിന് ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റ് കൃഷിക്കാർക്ക് മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. ഇത് ഈശോ പറഞ്ഞ കഥയാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ ഈ ഭൂമിയിൽ നടപ്പിലാക്കാൻ ദൈവം നിശ്ചയിച്ച ക്രമങ്ങളും അതിനോട് അന്ന് ദൈവം തിരഞ്ഞെടുത്ത യഹൂദ ജനത കാണിച്ച പ്രതികരണവും ആണ് ഈ കഥയുടെ കഥാതന്തു എന്ന് ബൈബിൾ വ്യാഖ്യാനത്തിൽ നമുക്കറിയാം. ഞാൻ ഈ കഥ 3 ആയിട്ട് അങ്ങ് തിരിക്കാം.
ഈശോ പറഞ്ഞ കഥയ്ക്ക് 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം, ഒരു നല്ല മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കാം. അതിന് വളമിട്ട് നല്ല വിശ്വസ്തരായ കുറച്ച് ഭൃത്യന്മാരെ കൂട്ടി പണിയെടുത്ത് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് വേലിയൊക്കെ കെട്ടി മുന്തിരിയൊക്കെ വളർന്നും മുന്തിരി ചക്ക് വരെ സ്ഥാപിച്ചു എന്ന് പറഞ്ഞു വെക്കും. അർത്ഥം മുന്തിരിപ്പഴം പറിച്ചെടുത്ത് പിഴിയാനുള്ള ഉപകരണം വരെ സ്ഥാപിച്ചു. അതായത് പ്രാഥമികമായി വേണ്ട എല്ലാ പണികളും ചെയ്തു വെച്ചു. കൃഷി ചെയ്തു മാത്രമല്ല, ശത്രുക്കൾ ആക്രമിക്കാതെ കണ്ട് വേലി കെട്ടിയെന്ന് മാത്രമല്ല, ഫലമെടുക്കാനുള്ള യന്ത്രം വരെ സ്ഥാപിച്ചപ്പോൾ മാനുഷിക അധ്വാനത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. ഒന്നാം ഘട്ടം അതാണ്. രണ്ടാം ഘട്ടം, ഇത് ഏൽപ്പിച്ചു പോയ 2-3 ജോലിക്കാർ, ഇത് ഇനി അവർക്കുള്ള ദൗത്യം എന്താ? ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. ഈ വേലി പൊളിച്ച് കുറുക്കം വരാതെയും കന്നുകാലി വരാതെയും നോക്കുക, സമയത്ത് ആ പഴങ്ങളൊക്കെ എടുക്കുക, അത് ഈ മുന്തിരിച്ചക്കിൽ കൊണ്ടുപോയി ആട്ടി മുന്തിരിച്ചാറാക്കുക, വിൽക്കുക, പൈസ സൂക്ഷിച്ച് വെക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങളുള്ളൂ. ഇതിനു വേണ്ടി ഏൽപ്പിച്ചപ്പെട്ട ആളുകൾ വിശ്വസ്തരല്ലാതെ സ്വാർത്ഥപരമായും അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രം ചിന്തിച്ചു. അവർ പറഞ്ഞത് ഇയാളില്ലാത്തതുകൊണ്ട് ഇത് നമുക്ക് സ്വന്തമാക്കാം എന്ന് സ്വാർത്ഥപരമായി ചിന്തിച്ച രണ്ടാം ഘട്ടം. മൂന്നാം ഘട്ടം എന്താണ്? യജമാനൻ തിരിച്ചെത്തുന്നു, ഇവരെ തല്ലി തകർക്കുന്നു, സ്ഥാനങ്ങളും അധികാരങ്ങളും പിടിച്ചെടുക്കുന്നു. ഇതാണ് മൂന്നാം ഘട്ടം. ഈ 3 ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നു പോവുക. ഇത് പ്രത്യേകമായി എന്നെ ഒന്നാമത്തെ ഘട്ടത്തിലെ ചിന്ത സ്വാധീനിച്ചു. വളരെയധികം അധ്വാനിച്ചു. ഒരു കൃഷിക്കാരനും അയാൾ സ്ഥലം ഒരുക്കണം, അയാൾ പണിയെടുക്കണം, അയാൾ പ്ലാൻ ചെയ്യണം എന്താണ് ഈ മണ്ണിൽ നടാൻ പറ്റുക. പണിയെടുത്ത് ഇങ്ങനെ എല്ലാം ഒരുക്കി വെക്കുന്നൊരു കാലഘട്ടമുണ്ട്. അയാളുടെ സ്വപ്നങ്ങളും ചിന്തകളും പ്രാർത്ഥനകളും എല്ലാം അതിലൂടെയാണ്. അയാൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ തൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് ചിന്തിക്കും, പകല് മുഴുവൻ ചിന്തിക്കും. പണിക്കാരെ കൂട്ടി ചെയ്യിപ്പിക്കുമ്പോൾ പോലും അയാൾ മാനുഷിക അധ്വാനം ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അയാളുടെ ചിന്തകളിലും ബുദ്ധിയിലും എല്ലാം അതാണ്. അതായത് മാനുഷിക അധ്വാനത്തെക്കാൾ കൂടുതൽ ബുദ്ധിപരമായ പ്ലാനിങ്ങും ബുദ്ധിപരമായ കർമ്മശേഷിയും നന്നായി ഉപയോഗിച്ചു. അങ്ങനെയാണ് ഇയാൾ ഒന്നാം ഘട്ടം വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ രണ്ടാം ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അവർ ഈ കഠിനാധ്വാനം കഷ്ടപ്പാടും മനസ്സാകാത്ത തലമുറയാണ്. അവർ നോക്കുമ്പോൾ എല്ലാം വളഞ്ഞു കിടക്കുന്ന മുന്തിരി പഴങ്ങൾ, എല്ലാം നന്നായി നിൽക്കുന്ന മുന്തിരിച്ചെടികൾ, എല്ലാ സൗകര്യമുണ്ട്. അവർ ചിന്തിക്കുകയാണ് ഇനി ഞങ്ങൾക്കായി തീരാം ഇതെല്ലാം. സ്വാർത്ഥതയുടെ അവതാരങ്ങളായ രണ്ടാം ഘട്ടം. ഇത് പലപ്പോഴും നമ്മുടെ ബൈബിളിൽ മാത്രം സംഭവിക്കുന്നതല്ല. അനുദിന ജീവിതത്തിലും സാഹചര്യങ്ങളിലും ഇതേ കഥ വേഷം മാറി കടന്നു വരാറുണ്ട്. ആത്മാർത്ഥതയും അധ്വാനവും ദീർഘവീക്ഷണവും പ്രവർത്തന തീക്ഷ്ണതയുമുള്ള ഒരു തലമുറ. രണ്ടാം തലമുറ അവർ നോക്കുമ്പം ഇതൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ്. അവർ പിന്നെ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ആ ചിന്തിക്കുമ്പോൾ അവരൊരിക്കലും ആദ്യം അധ്വാനിച്ചവരുടെ കണ്ണീരോ നൊമ്പരങ്ങളോ സ്വപ്നങ്ങളോ മനസ്സാവില്ല. അവരിപ്പോൾ നോക്കുമ്പോൾ ഈ മുന്തിരിപ്പഴത്തിൻ്റെ മധുരവും ഇപ്പോഴുള്ള യാത്രാ സൗകര്യവും ഇപ്പോഴുള്ള സാമ്പത്തിക ലാഭവും ഒക്കെ ചിന്തിക്കൊള്ളും. അതുകൊണ്ടാണ് ഈ ബൈബിളിലെ കർഷകർ പറഞ്ഞത് ഇത് നമ്മുടേതാകും. അയാളുടെ സ്വപ്നം നമ്മുടേതാക്കാൻ അവർ നോക്കുകയാണ്. ഈ ഒരു ചിന്തയാണ് ഉള്ളത്. സ്വാർത്ഥതയും തൻ്റേതായ നേട്ടങ്ങൾക്ക് വേണ്ടി എല്ലാവരെയും വളച്ചൊടിക്കുന്ന ഒരു പ്രവണതയും കയറി വരുന്നു. ഇതിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഒരു പ്രതാപകാലത്ത് ദൈവത്തിന് ഇടപെടൽ ഉണ്ടാകുമെന്ന സൂചനയാണ് മൂന്നാം ഘട്ടം. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ ഭാഗം കഴിഞ്ഞ ദിവസം വായിച്ചു പോയപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം എന്നോടൊരാൾ പറഞ്ഞ കഥ സംഭവിച്ചതാകാം, കഥയായിട്ടാകാം, എങ്കിലും എൻ്റെ മനസ്സ് ശക്തമായി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കേണ്ട കഥകളിലൊന്നാണ്. ഞാൻ എന്നെ ഒരുപാട് ചിന്തിച്ച് എൻ്റെ കുറേ യാത്രാവേളകളിൽ എൻ്റെ മനസ്സിൽ ഈ ഒരു ചാക്കോച്ചേട്ടൻ കിടന്ന് എന്നെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങി, എന്നെ ഉത്കണ്ഠപ്പെടുത്താൻ തുടങ്ങി. എടിയേ, ഇച്ചിരി വെള്ളം കിഞ്ഞെടുത്തേ. ചാച്ചാ, ഇപ്പൊ വരാം. എടി, ഇവിടെയൊക്കെ എങ്ങനെയാടി ജീവിക്കുന്നത്? ഇത്രയും കഷ്ടപ്പാടൊക്കെ അവിടെ ഉണ്ടായിരുന്നോടി. അല്ല, ചാച്ചൻ ഇത് എന്തൊക്കെയാ പറയുന്നേ? ഇന്നലെ ഇതുപോലെയാണല്ലോ. ചാച്ചാ, ഇറങ്ങിക്കോ, ഇനി ഇവിടെയാ.
മോളെ ജോയി ഒന്ന് വിളിച്ചേ. ചാച്ചനെ കാണുന്നില്ലല്ലോ. ഓ എന്നാത്തിനാ? അവിടെ എങ്ങാനും കാണും. അമ്മിങ് പോരെ. ഇല്ല മോളെ, ഇതിപ്പോ എത്ര നേരായി. അമ്മേ ഇവിടെയെല്ലാം അപ്പിടെ ചെളിയാ. ഞാനിനി ഒന്നും പറയുന്നില്ല, മടുത്തു. നീ ആ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളെടുത്ത് ഒഴിച്ചേ. അമ്മേ, ഞാനിത് പലവട്ടം പറഞ്ഞതാ. എടാ മാത്ത, നാളെ തന്നെ വളമിടണം. അവിടെ തന്നെ പോകാമടാ. എത്ര കാലമായിടാ ഇങ്ങനെ ഒരുമിച്ച് പോയിട്ട്. ഹോ, എന്റെ ചാച്ച എന്ത് പണിയെ കാണിക്കുന്നേ. ഈ ചുമര് മൊത്തം അപ്പടി ചെളിയാണല്ലോ. അതും ഈ ഉമ്മറത്ത് തന്നെ. എണീറ്റേ. അമ്മ എന്താ ഇനി കിടന്നില്ലേ? എടാ മോനെ, ചാച്ചനെ ജെസ്സി പറഞ്ഞു ചാച്ചൻ വരും. എവിടെ പോവാനാ? ചേട്ടായുടെ വീട്ടിലെങ്ങാനും പോയതായിരിക്കും. മോനെ, ഇന്നേ വരെ ചാച്ചൻ ഇങ്ങനെ പറയാതെ പോയിട്ടില്ല. അതിത്ര വൈകിട്ടുമില്ല. ഓ, വയസ്സായതല്ലേ, ചേട്ടായി വിടാത്തതായിരിക്കും. എന്നാലും മോനെ, ഈടെ ചാച്ചൻ ആകെ മാറി. രാത്രിയൊന്നും ഉറക്കമില്ല. വെറുതെ ഇരുന്ന് സംസാരിക്കും. എനിക്ക് പേടിയാവുന്നു. അമ്മ കിടക്കുന്നുണ്ടോ? ചാച്ചൻ ഇങ്ങ് വരും. ജെസ്സിയെ, ചാച്ചൻ എവിടെയാടേ? ആ, ചേട്ടായുടെ വീട്ടിൽ കാണും. ഇല്ലടി, ചാച്ചൻ അവിടെ പോയിട്ടില്ല. ഏ? ഞാൻ വിളിച്ചു, വർക്കിച്ചിനെയും വിളിച്ചു, അവിടെയും ചെന്നിട്ടില്ല. നിങ്ങൾ മാത്രമല്ലല്ലോ, ബാക്കി 5 പേരും കൂടിയില്ലേ? അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ കിടക്കാൻ നോക്കിയേ. ഒരെന്നാലും ഇല്ല, അങ്ങ് കിടക്കും. അമ്മേ അമ്മ ഈ ഇൽക്കൻ ഗെയിം ഒന്ന് എടുത്തു തരുമോ അമ്മ? ഒന്ന് പോവച്ചേ, പോയി കിടന്നുറങ്ങാൻ നോക്ക്. ആ, ഞാനിപ്പോ വരാം. എടി, അടക്കയ്ക്കൊക്കെ വില കുറഞ്ഞു. എന്തായാലും നാളെ തന്നെ അങ്ങാടിക്ക് പോണം. ജോയിച്ചന്റെ ഫീസ് അടയ്ക്കേണ്ടതല്ലേ? ഇനി അവനെയും കൂടി ഒന്ന് കരകയറ്റണം. ആരാത്? ഞാനാ മാത്തൻ. കേറുന്നില്ലേടാ? ഓ ഇല്ല ചാച്ചാ, പോയിട്ട് പരിപാടിയുണ്ട്. ആ, അതെ, വടക്കേലെ തോമാച്ചൻ സ്ഥലമൊക്കെ വിറ്റിട്ട് പട്ടണത്തിൽ പോവാത്രേ. അവർക്കിവിടെ മടുത്തുന്ന്. മേരിക്കുട്ടി, നമുക്കിവിടെ മതിയടി. ഒന്നുമില്ലാത്ത കാലത്ത് പൊന്നു തന്ന മണ്ണ. ഈ മണ്ണാ നമ്മുടെ ചോറ്. എടി, ഞാൻ വിശലൊന്നും എടുത്തുകൊണ്ട് അമ്മ ഇതുവരെ കിടന്നില്ലേ? ഇനി എപ്പോഴായി കിടക്കുന്നേ? മോനെ, ചാച്ചൻ അതൊക്കെ നമുക്ക് രാവിലെ നോക്കാം. ഹായ് മോളു. അതെ, ഞാൻ മടുത്തു. ഇവിടെ ഒരാൾ കിടന്ന് പണിയെടുക്കുക. അമ്മ എന്തിയേ? ആ, എനിക്കറിയില്ല. അപ്പുറത്തെങ്ങാനും കാണും. പോയി നോക്ക്. എനിക്ക് മതി. മര്യാദയ്ക്ക് കഴിക്കടി. മോനെ, നമ്മുടെ ചാച്ചൻ. ഞാനൊന്ന് നോക്കട്ടെ. മത്തായിച്ചനെ വിളിച്ചു നോക്കാം. അപ്പന്റെ കൂട്ടുകാരനല്ലേ?
ഹലോ. ആ ഉണ്ടോ? ഹാ ഞാനിതാ വരുന്നു. ഞങ്ങൾ വരാം. മോനെ, ചാച്ചൻ. ചാച്ച, 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 ചാച്ച. മോനെ, ഞാൻ വരുന്നില്ലടാ. എന്നെ കൊണ്ടുപോവല്ലടാ. ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം. ചാച്ച, വേണ്ട ചാച്ച. നമുക്ക് ഒരിടത്തും പോകണ്ട. നമുക്ക് ഇവിടെ താമസിക്കാം. എടാ മോനെ, ഞങ്ങള് പഴമക്കാരാ. ഞങ്ങൾക്ക് ഇതാ സ്വർഗം. ചാക്കോ ചേട്ടൻ ഇപ്പോൾ മകൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. 6 മക്കളുള്ള ചാക്കോ ചേട്ടൻ. ഭാര്യയുണ്ട്. 4 പെൺമക്കളാണ്. പെൺമക്കളെയൊക്കെ കെട്ടിച്ചയച്ചു. ഈ 2 ആൺമക്കൾ വിദേശത്തൊക്കെയായിരുന്നു. ഇപ്പോൾ ഇളയവൻ തിരിച്ചു വന്നു റോഡരികിൽ 10 സെൻറ്റ് സ്ഥലവും മേടിച്ച് ഒരു വീട് വെച്ചു. ഈ വീട്ടിലേക്ക് ഈ ചാച്ചനും അമ്മയും കൊണ്ടുവന്നു. ഇവിടെയാണ് കഥ തുടങ്ങുന്നത്. ഒരു ദിവസം വൈകുന്നേരം അമ്മ അകത്ത് നിൽക്കുന്ന മകളോട് പറഞ്ഞു, ഈ ചാച്ചനെ കാണുന്നത് ഇവിടെയെങ്ങാനും കാണും. ഈ മകനും ഭാര്യയും കുടുംബം അപ്പുറത്ത് സുഖമായി പോയി ടി വിയും കണ്ട് അവർ ഭക്ഷണം കഴിച്ച് അവർ കിടന്നു തുടങ്ങി. ഇടയ്ക്ക് അമ്മയുടെ മുറിയിലെ വെട്ടം കണ്ടപ്പോൾ ചോദിച്ചു, അമ്മ ഉറങ്ങുന്നില്ലേ? ചാച്ചൻ വന്നോളൂ. എടാ, നീ ശ്രദ്ധിച്ചായിരുന്നോ? ചാച്ചന് ഇവിടെ എന്തൊക്കെയോ ഒരു മാനസിക അസ്വസ്ഥയുണ്ട്. എന്തൊക്കെയോ പിച്ചും പെയ്യും പറയോ അസ്വസ്ഥപ്പെട്ടതിന്. അവൻ പറഞ്ഞു, ശരിയാ, ഞാനും ചിന്തിച്ചു, എന്തൊക്കെയോ അസ്വസ്ഥയുണ്ട്. ചാച്ചൻ ഇങ്ങോട്ട് വന്നത് ഇഷ്ടപ്പെടാഞ്ഞതാണോ? അമ്മ പറഞ്ഞു, ശരിയാ, ചാച്ചന് ഇവിടെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു 4 കിലോമീറ്റർ മുകളിൽ മലയ്ക്ക് മുകളിൽ ഒരു കുഞ്ഞ് ഓടിട്ട വീട്ടിൽ അവർ താമസിച്ചുകൊണ്ടത്. കറണ്ട് പോലും ഇല്ലാത്ത കൊച്ചു വീട്. ഈടെയാണ് കറണ്ട് വന്നത്. ഈ അപ്പന് ഈ 4 ഏക്കർസ് പറമ്പിൽ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഈ കുടുംബം പോറ്റിക്കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോൾ ഇയാൾക്കാകെ ഒറ്റപ്പെടുക. ഇച്ചിരി സ്ഥലമുള്ള സ്ഥലത്ത് 2 വാഴയൊക്കെ വെച്ചാൽ കളച്ചു. കാലയിലൊക്കെ മണ്ണ് പറ്റിച്ച് കയറുമ്പോൾ മകൻ്റെ ഭാര്യ വഴക്ക് വരും. ഭൗതികമായി നോക്കുമ്പോൾ എന്തിൻ്റെ കുഴപ്പം? നല്ല വീട്, കരണ്ട്, ടി വി, ഭക്ഷണം. പക്ഷേ ഇയാളുടെ മനസ്സിൽ ആ ഗ്രാമത്തിൻ്റെ കൊച്ചു വീടും ആ പറമ്പും ഒക്കെ ഇയാൾക്ക് വേണ്ടത്. ഇതല്ലാതെ വരുമ്പോൾ ഇയാൾ വെള്ളത്തിൽ നിന്ന് പിടിച്ചിട്ട മീനെപ്പറ്റി പടയ്ക്കുക. ഇതൊക്കെ ഇപ്പം മകൻ പെട്ടെന്ന് ഓർത്തു. ചാച്ചനെ എവിടെ അന്വേഷിക്കും? ഇയാൾ പതുക്കെ അന്വേഷിച്ചു. എവിടെ പോകണം? പെങ്ങളുടെ അടുത്തില്ല, അനിയൻ്റെ അടുത്തില്ല, റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊന്നുമില്ല. പെട്ടെന്ന് അയാൾക്കൊരു ഇടിമിന്നൽ പോലെ ചിന്ത തോന്നി, പോയാലോ പഴയ വീട്ടിലേക്ക്. ചെന്നപ്പോൾ ഈ മകൻ കാണുന്ന രംഗം ആ പറമ്പിൽ ആ തണലത്ത് കിടന്നുറങ്ങുന്നു. ഈ മകൻ ചെന്ന് തട്ടി എഴുന്നേൽപ്പിച്ചപ്പോൾ അപ്പം പറഞ്ഞു, മോനെ, ഞാനിവിടെ താമസിച്ചോട്ടടാ മോനെ, എന്നെ കൊണ്ടുപോകരുത് വീട്ടിലേക്ക്. എനിക്ക് ഈ മണ്ണ് മതി, ഈ കാറ്റ് മതി, ഇതില്ലാണ്ട് എനിക്ക് പറ്റില്ല മോനെ. പ്രിയപ്പെട്ടവരെ, ഇത് എൻ്റെ മനസ്സ് ഒരുപാട് സ്വാധീനിച്ചു. കാരണം അയാളുടെ അധ്വാനമൊക്കെ ആ മലമുകളിലെ സ്ഥലമാണ്. അവിടെ അധ്വാനിക്കാതെ അയാൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും ഓർക്കും, മുന്നോട്ട് പോകുന്ന തലമുറയ്ക്ക് എപ്പോഴും തോന്നുന്ന ചിന്ത തങ്ങളുടെ സ്റ്റാറ്റസിനൊത്തല്ല
പഴയ തലമുറ എന്നുള്ളതാണ്. അപ്പനും അമ്മയ്ക്കൊന്നൊരു വിവരമില്ല. ഇവിടെ തന്നെ ഞാൻ വിദേശത്ത് പോയപ്പോൾ ഇതിന് സമാനമായ കഥ കേട്ടു. അമേരിക്കയിൽ വെച്ച് ഒരു മകനും മകളും കൂടെ അപ്പനും അമ്മയും കൊണ്ടുപോയി. മകളുടെ പ്രസവത്തിനായിട്ട് കൊണ്ടുപോയതാ. 6 മാസത്തെ വിസയെ കൊണ്ടുപോയി. അമ്മ അവിടെ മകളുടെ പ്രസവവും കാര്യമൊക്കെ നോക്കിയിരുന്നു. ചെന്നതിൻ്റെ 15-ാം ദിവസം അപ്പൻ അവിടുന്ന് പറഞ്ഞു പോകുന്നു. അയാൾ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കി, എനിക്ക് പോകണം. കാരണം സാധാരണ മനുഷ്യൻ മലയാളം മാത്രം അറിയാൻ പുറത്തിറങ്ങാൻ പറ്റുമോ? പുറത്തിറങ്ങി ആരോടും സംസാരിക്കാൻ പറ്റുമോ? ഒരു പള്ളിയിൽ പോകാൻ പറ്റുമോ? മക്കൾ ചോദിക്കും, ചാച്ച എന്തിൻ്റെ കുഴപ്പം? ചാച്ച ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത്. ടി വി കണ്ടാൽ പോരെ അയാൾക്ക് പുറത്തിറങ്ങിയ മനുഷ്യരെ കാണും. ഒരാളോടും മിണ്ടാനില്ല. വേണമെങ്കിൽ വൈകുന്നേരം ഫോൺ വിളിച്ച് കിട്ടും, കുറച്ച് നേരം ഫോൺ വിളിക്കും. ഇതാണോ? അയാൾക്ക് പറഞ്ഞു എൻ്റെ വീട്ടിൽ പോകണം, എനിക്ക് പോകണം, ഇവിടെ കിടന്ന് ഞാൻ ഭ്രാന്ത് പിടിക്കും. 15-ാം ദിവസം ആ മകന് ഷാട്ടി പിടിച്ചാൽ തിരിച്ചു. പലപ്പോഴും ഈ വലിയ ആർഭാടങ്ങളുടെയും ആഘോഷങ്ങളുടെ നടുവിൽ ശ്വാസം മുട്ടുന്ന കുറേ മനുഷ്യരുണ്ട്. അവർക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. അവർക്ക് അവരുടെ അധ്വാനവും അവരുടെ കണ്ണീരും അവരുടെ വിജയങ്ങളും പ്രധാനപ്പെട്ടതാണ്. പുതിയ തലമുറയ്ക്ക് ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ ആർഭാടങ്ങൾ കണ്ട് അവർക്ക് പഴയ കഷ്ടപ്പാട് ഓർക്കാറില്ല. എങ്ങനെയാണ് ഇത്രയും ആയതെന്ന് ഓർക്കുന്നില്ല. ഞാൻ ഈ ബൈബിൾ കഥയിൽ തിരിച്ചെത്തും. യജമാനൻ വന്നപ്പോൾ എന്ത് ചെയ്തു? ഇവരിൽ നിന്നെടുത്ത് ഫലം തരുന്നവർക്ക് തിരിച്ചു കൊടുത്തെന്ന് പറഞ്ഞു വെച്ചത്. അതായത് ഇവർക്ക് ഇതിൻ്റെ വളർച്ചയെക്കുറിച്ച് ചിന്തയില്ല. തൽക്കാലത്തെ ലാഭങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. താൽക്കാലിക നേട്ടങ്ങളെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. സ്വാർത്ഥത അടിസ്ഥാന വികാരമായി വരുന്നവർക്ക് മറ്റുള്ളവൻ്റെ ഹൃദയത്തിൽ നൊമ്പരങ്ങൾ മനസ്സാവില്ല. എനിക്ക് ജയിക്കണം, എനിക്ക് മുന്നോട്ട് പോകണം, ആര് വീണാലും കുഴപ്പമില്ല, ആര് തോറ്റാലും കുഴപ്പമില്ല, ആര് അധ്വാനമായില്ല എന്ന് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു മാതാപിതാക്കളും മക്കളും നമ്മുടെ ബന്ധത്തിൽ മാത്രമല്ല, ചില സമൂഹങ്ങളിലും സ്ഥലങ്ങളിലൊക്കെ ഇത് വിവിധ വേഷങ്ങളിൽ കടന്നു വരാറുണ്ട്. ചിലപ്പോൾ നന്നായി കഷ്ടപ്പെട്ട് കോച്ചിങ്ങൊക്കെ കൊടുത്ത് ഒരു പയ്യനെ നല്ല സ്പോർട്സ് താരമാക്കി വെച്ച് കഴിയുമ്പം അവൻ നല്ല നില എത്തിക്കഴിയുമ്പോൾ പലരും അവൻ അവകാശപ്പെടാൻ കാണും. ഏറ്റവും ആദ്യം അവനെ സ്കൂൾ ഗ്രൗണ്ടിൽ ഇറക്കിയ സാറിനെ അവൻ മറന്നുപോകും. ആ സാറാണ് ഇവൻ്റെ കഴിവ് കണ്ടെത്തി ഇറക്കിയെന്ന് മറന്നുപോകും. ഇതാണ് ഈ ലോകത്തിൻ്റെ ശൈലി. നിന്റെ ജീവിതത്തെ ആദ്യം പടിയിൽ കയറ്റി നിർത്തിയ മനുഷ്യനാണ് നീ ഓർക്കേണ്ടത്. അല്ലാതെ ഇപ്പോഴുള്ള നേട്ടങ്ങളല്ല. ഇപ്പോൾ കൂടെ നിൽക്കുന്ന പലരും കാണും, എങ്ങനെ ഇങ്ങനത്തെ ആയിത്തീർന്നു? ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിനക്ക് ഇത്രയും ഒരു പടിവാൽ തുറന്നു തന്നുകൊണ്ടാണ് നീ കയറിപ്പോയത്. അന്ന് തുറക്കാൻ ഒരാൾ വേണമായിരുന്നു, പ്രോത്സാഹിപ്പിക്കേണ്ട ആൾ വേണമായിരുന്നു. അതായത് കഴിഞ്ഞ തലമുറയുടെ കഷ്ടപ്പാടുകളെ നമ്മളെന്നും മനസ്സിൽ സൂക്ഷിക്കണം. അത് മാതാപിതാക്കളുടെ കഷ്ടപ്പാടും തലമുറയെക്കുറിച്ച് മാത്രമല്ല പ്രിയപ്പെട്ടെ. ചിലപ്പോഴൊക്കെ ഒരു ഇടവകയായിരിക്കാം. ആ ഇടവകയ്ക്കൊണ്ട് ഒരുപാട് കാലം അധ്വാനിച്ച് അച്ഛൻ കാണും. അച്ഛൻ ഒരുപാട് അധ്വാനിച്ചു. ഈ ഇന്നത്തെ സൗകര്യങ്ങളാകുമ്പോൾ പണ്ട് അതിനെ വളർത്തിയത് അച്ഛനെ മറന്നു പോകരുത്. ഒരു സ്കൂളാകാം, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാകാം, ഒരു ക്ലബ്ബാകാം. ഇവരൊക്കെ ഓർക്കണം, ഇവർ ഇന്ന് നിൽക്കുന്ന അവസ്ഥയ്ക്ക് പുറമിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. പലരുടെയും തോളിൽ ചവിട്ടി കയറി വന്നത്. ഞാൻ പലപ്പോഴും പറയും, ഒരു വീടിൻ്റെ സ്റ്റെപ്പുകൾ പ്രധാനപ്പെട്ടതാണ്. ഈ സ്റ്റെപ്പ് ചവിട്ടിയേ കയറാൻ പറ്റുള്ളൂ. അനേക ആളുകളുടെ ചവിട്ട് കൊണ്ട്, ആ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ടാണ് നീ കയറി നിൽക്കുന്നത്. നീ ഇന്ന് ഉയർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴത്തെ പടിയുടെ കരുത്താണ്. ഞാൻ പാലത്തെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അങ്ങേക്കരയിൽ ഇങ്ങേക്കരയ്ക്ക് പോകാൻ ആളുകൾക്ക് പാലം വേണം. ഈ പാലത്തിൻ്റെ കാല് 2 വെള്ളത്തിലാണ് നിൽക്കുന്നത്. പാലം ഇങ്ങനെ കൈവിരിച്ചാൽ നിൽക്കുമ്പോൾ ഈ കരയിൽ നിന്ന് കയറുന്നവർ ഇതിലേക്ക് കയറി അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവരാരും ഓർക്കുന്നില്ല പാലത്തിൻ്റെ 2 കാലും വെള്ളത്തിലാണ് നിൽക്കുന്നതെന്നും. ഈ തണുത്തും വിറച്ചും വിറങ്ങലിച്ചും മോളിക്കൂടെ പോകാൻ സാധിക്കുന്നത് ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. വെള്ളത്തിൽ അത് നിൽക്കുന്നതുകൊണ്ടാണ് ആരുടെ കാലിൽ വെള്ളം പറ്റാതെ കടന്നു പോകാൻ പറ്റുന്നത്. യാത്രക്കാരൻ്റെ കാലിൽ വെള്ളം പറ്റാതെ അവന് അക്കരെ ഇക്കരെ കടക്കാൻ സാധിക്കുന്നത് വെള്ളത്തിൽ നിൽക്കാൻ തയ്യാറാകുന്ന ഒരു പാലം കാരണം. ഇതുപോലെ കഷ്ടപ്പെട്ട അധ്വാനിച്ച വളർത്തിയെടുത്തവരെ നമ്മൾ വിസ്മരിക്കരുത്. ഒരു തകർച്ചയുടെ കാലഘട്ടങ്ങൾ കടന്നു വരാതിരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ, നമുക്ക് വെള്ളവും വെളിച്ചവും തന്നവരെ, നമ്മളെ താങ്ങി നിർത്തിയവരെ, നമ്മളെ ഉയർത്തി നിർത്തിയവരെ, നമ്മളെ കൊണ്ടു നടന്നവരെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട നിധികളായി മനസ്സ് സൂക്ഷിക്കണം. അത് മാതാപിതാക്കൾ മാത്രമല്ല, നമ്മുടെ കൂടെ അധ്യാപകരായി ആരുമാകാം. ഓർക്കണം, ഇന്ന് ഇത്രയും വലിപ്പത്തിന് പുറകിൽ എന്നെ സഹായിച്ച ഒരു വ്യക്തി, അവരെ ഓർക്കണം. ആ വ്യക്തിയെ മനസ്സ് സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ മദർ ഹോം ധ്യാന കേന്ദ്രത്തിൽ നിൽക്കുന്ന ഓരോ ഘട്ടത്തിൽ ഓർമ്മിക്കുന്ന ഒരച്ഛനുണ്ട്. എനിക്ക് വളരെ പ്രിയപ്പെട്ട അച്ഛൻ, CST സഭയിലെ തോമസ് ആഞ്ജലി വലിയ അച്ഛൻ. 15 വർഷം മുമ്പ് ജർമ്മനിക്ക് ആദ്യ വിദേശത്ത് എന്നെ കൊണ്ടുവന്ന അച്ഛനാണ്. അന്ന് കിട്ടിയ TA
അച്ഛൻ നിന്ന് കൊണ്ടുവരുന്നത് പ്രോത്സാഹനം, അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് വിദേശങ്ങളിൽ എനിക്ക് ശുശ്രൂഷ കിട്ടി തുടങ്ങിയത്. അതായത് പ്രിയപ്പെട്ടവരെ, നമ്മളെ കൈപിടിച്ചുയർത്തിയവരെയും മുന്നോട്ട് നയിച്ചവരെയും നക്ഷത്രങ്ങൾ പോലെ മനസ്സ് സൂക്ഷിക്കണം. ഇതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അത് ഈ കഥ, ഈ ബൈബിൾ ഭാഗം വീണ്ടും എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന വിശുദ്ധമായ ചിന്ത നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെയൊക്കെ വളർച്ചയ്ക്കും പുറകിൽ അധ്വാനിച്ച എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അവരുടെയൊക്കെ പ്രോത്സാഹനവും അവിടെയൊക്കെ പങ്കുവെക്കലും അവിടെയൊക്കെ ത്യാഗവുമാണ് ഈ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അനേക ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്നും അവരുടെ അധ്വാനത്തൊക്കെ പ്രതിഫലം കൊടുക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപാനിധിയായ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളെ സഹായിച്ച അധ്യാപകരെയും ഉപകാരികളെയും എല്ലാവരെയും അങ്ങ് ദയാപൂർവ്വം അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ആമേൻ. മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു.